നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ രോഹിത്തിനെ ഹരിശങ്കർ വിളിക്കുകയാണ്. ഹരിശങ്കർ വിളിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, നീ ഇതെവിടെയാടാന്ന് ചോദിച്ചു. ഞാൻ പുറത്താ. എടാ ഞാൻ പറഞ്ഞ ആ കാര്യം സെറ്റാക്കണ്ടേ? ശരണ്യയുടെ കാര്യമാണ്. അതേടാ അത് തന്നെയാ. എടാ എല്ലാം പറഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണു വരുമോന്ന് ചോദിച്ചു. എടാ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ? അലീനയ്ക്ക് കൊടുത്ത പോലെ എന്തേലും ആണോ? അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഡോസ് കൂടിയ സാധനങ്ങളും ഉണ്ട്. പ്രശ്നമാകുമോ? ഒരു പ്രശ്നമാകാൻ പോകുന്നില്ല. എടാ എന്നെങ്കിൽ നമുക്ക് വൈകുന്നേരം കാണാം എന്നൊക്കെ പറഞ്ഞു. എന്നാ ശരി, നീ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോള് കട്ട് ചെയ്യണം ഹരിശങ്കർ. ഇതേ സമയത്ത് ബാലേന്ദ്രൻ ഭവിതയെ വിളിച്ചു. ഭവിത അങ്ങോട്ട് വന്നു. എന്താ അച്ഛാ, നമുക്ക് പുറത്തു പോയെന്ന് വരാന്ന് പറഞ്ഞു. പുറത്ത്? അതെന്തിനാച്ച? പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങിയിട്ട് വരാം. നീ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബബിത അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് കൃഷ്ണമോള് വന്നിട്ട് ചോദിച്ചു, എന്താച്ചാ പരിപാടി? അതെ, ഒരു ഷോപ്പിംഗ് എന്ന് പറയണ. ഷോപ്പിങ്ങോ? അതെ. എന്താച്ചാ വല്ല പണിഷ്മെന്റ് ഷോപ്പിംഗ് ആണോ? അതെ, പണിഷ്മെന്റ് ഷോപ്പിംഗ് ആണോ വെച്ചാൽ അങ്ങനെ തന്നെ. അവളെ കൊണ്ടേ കുറച്ച് ഡ്രസ്സൊക്കെ എടുപ്പിക്കണം. അലീനയുടെ ഡ്രസ്സൊക്കെ കീറിക്കളഞ്ഞല്ലേ, നടപ്പാകുമോ? ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചു. ആക്കാം, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ബാലേന്ദ്രൻ പോവാനായിട്ട് ഒരുങ്ങുവാണ്. ഇതേ സമയത്ത് ഹരിശങ്കർ ശരണ്യനെ വിളിച്ചു വരുത്തി. അങ്ങനെ അവരൊരു ജ്യൂസ് കട കയറി ജ്യൂസൊക്കെ കുടിക്കുന്ന സമയത്ത് ഹരിശങ്കർ ചോദിച്ചു, ജ്യൂസ് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു. അല്ല വേറെ ഓർഡർ ചെയ്യണോ? വേണ്ട, ഇത് മതി ഹരിയേട്ടാന്ന് പറഞ്ഞു. എടി പിന്നെ ഞാൻ പറഞ്ഞ കാര്യമായി എന്തായി? എന്ത് കാര്യം? അല്ല നരൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്ന കാര്യം. അല്ല അത് പിന്നെ എന്താ, അത് കുറച്ച് ദൂരെയല്ലേന്ന് ചോദിച്ചു. ദൂരെയോ? ഇതാ അപ്പം നന്നായത്. എടി നീലൊരു വഴി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മേലുകാവും മറ്റം അവിടെ പോവാണെങ്കിൽ പിന്നെ ഇതേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കിയാൽ അരമണിക്കൂറത്തെ യാത്രയുടെ കാര്യമല്ലേ ഉള്ളൂ. അത് ഞാൻ വരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? എന്നെ 4 മണിക്ക് മുമ്പ് കൊണ്ടേക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. അല്ല അപ്പം ഗിഫ്റ്റ് ഒന്നും വാങ്ങണ്ടേ? എടി ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങിക്കോളാം. എന്ത്? അത് ഞാൻ ഒരു വാച്ച് നോക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇന്നത്തെ കാലത്ത് ആരാ ഹരിയേട്ട വാച്ച് കിട്ടുന്നേ? പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും വാച്ച് കിട്ടും. അത് സമയം നോക്കാനൊന്നും അല്ല, സ്റ്റൈലിന് വേണ്ടി കിട്ടുന്ന. അതുകൊണ്ട് നീ ആ കാര്യത്തെക്കുറിച്ചൊന്നും വിഷമിക്കണ്ട. എന്നാലും ഒരു ടെൻഷൻ അവളുടെ മുഖത്തുണ്ടായിരുന്നു. നീ എന്തിനാ പേടിക്കുന്നേ? അവൻ്റെ അച്ഛനും അമ്മയും അവരുടെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അല്ല പോയിട്ട് എപ്പോഴാ വരണ? 4 മണിക്ക് മുമ്പ് കൊണ്ടേ ആക്കൂലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ രാവിലെ പോകുന്നു. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുന്നു, പിന്നെ ബർത്ത്ഡേ പാട്ടൊക്കെ പാടുന്നു, അങ്ങനെ ഒന്ന് ആഘോഷിക്കുന്നു. അതിന് ശേഷം തിരിച്ചു വരുന്നു. ഒടുവിൽ ശരണ്യെ സമ്മതിക്കുകയാണ് വരാന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹരിശങ്കറിന് സന്തോഷമായി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ബബിതയും കൂട്ടി പുറത്തു വന്നിട്ട് വീട്ടിലേക്ക് തിരികെ വരുവാണ്. അങ്ങനെ ബബിതയുടെ കയ്യിലിരിക്കുന്ന കവർ കണ്ടിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഈ കവറൊക്കെ നീ കൊണ്ടേ അലീനയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അവളുടെ ഡ്രസ്സൊക്കെ നീയല്ലേ കീറിക്കളഞ്ഞേ, അപ്പം നീ തന്നെ കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബബിതയൊന്നും മിണ്ടിയില്ല. അല്ല നിന്നെ കൊണ്ട് എന്തിനാ പോയതൊക്കെ വാങ്ങിച്ചെന്നറിയാലോ. ഇന്നലെ നീ യഥാർത്ഥത്തൊക്കെ കീറിക്കളയുമ്പോൾ നിന്റെ മനസ്സിൽ എന്തായിരുന്നു? ദേഷ്യമായിരുന്നു പറഞ്ഞു. അതെ, ആ ദേഷ്യം മാറാനായിട്ടാ ഇപ്പൊ ഇത് കൊണ്ടേ കൊടുക്കാനായിട്ട് പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബബിത പറഞ്ഞു, അങ്ങനെയൊന്നും എൻ്റെ ദേഷ്യം മാറാൻ പോകുന്നില്ല. മാറുന്നാലും വിചാരിക്കുകയും വേണ്ട. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഒറ്റ എണ്ണം കൂടെ വെച്ച് തന്നാണ്ടല്ലോ. നീ ആരാന്ന നിന്റെ വിചാരം? ദേഷ്യമാണ് പോലും. എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. അമ്മയ്ക്ക് പഠിക്കുവാണല്ലോ ഞാൻ, അല്ല നീയാ. എടി നിന്നെയൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഈ കുടുംബ പ്രസ്ഥാനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ വീടും പൂട്ടി ഞാൻ എങ്ങോട്ടേലും ഏതേലും വഴിക്ക് ഇറങ്ങിപ്പോയനം. നിന്റെ അമ്മ ഡിവോഴ്സ് വാങ്ങാനായിട്ട് ഇരിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നിന്റെ അമ്മ വീട് കിടന്നപ്പോൾ നോക്കാൻ ഞാനെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ നിനക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, അമ്മയുടെ കൂടെ നീ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പട്ടിക്കുറുക്കനെ നോക്കാൻ കാണത്തില്ല. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അവൾക്ക് ദേഷ്യമാണ് പോലും എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ്റെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ബബിത ദേഷ്യത്തോട് കൂടി കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. കൃഷ്ണമോളോട് പറഞ്ഞു, എടി പോത്തെ, നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചെന്ന് ചോദിച്ചു. അതെ, പോത്തേന്ന് വിളിക്കണ്ട, വേണമെങ്കിൽ എരുമയുടെ അനുജത്തിന്ന് വിളിച്ചോ, അങ്ങനെ വിളിക്കുന്നതായിരിക്കും ഇത്രയും കൂടെ നല്ലതെന്ന് പറഞ്ഞു. ബബിത ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. അല്ല എന്തിനാ വിളിച്ചേ? ഇത് പിടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആ കവർ അങ്ങോട്ട് കൊടുക്കുവാണ്. ഇതെന്താ? ഡ്രസ്സാണല്ലോ. ഹായ്, എനിക്ക് വേണ്ടി ചേച്ചി ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വന്നാണോ എന്നൊക്കെ ചോദിച്ചു. അത് തുറന്നു നോക്കണം. നിനക്ക് വേണ്ടിയിട്ടല്ല, അവളുണ്ടല്ലോ അലീന, അവൾക്ക് വേണ്ടിയിട്ടാ. അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഇന്നലെ നശിപ്പിച്ചായിരുന്നല്ലോ, നീ ഇത് അവൾക്ക് കൊടുത്തേക്ക്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, അല്ലേലും എനിക്കറിയാം ചേച്ചി സ്നേഹത്തോട് കൂടിയിട്ട് എനിക്കൊന്നും വാങ്ങിച്ചോടെ തരത്തില്ലെന്ന്. പിന്നെ ഇത് ഞാൻ കൊടുക്കുന്നേക്കാൾ നല്ല ചേച്ചി തന്നെ കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. ഞാനോ? അതെ, അതിൻ്റെ ഭംഗി അതല്ലേ. അതെ, കൂടുതൽ ഭംഗിയൊന്നും വേണ്ട. ഇപ്പം തൽക്കാലത്തേക്ക് നീ അങ്ങോട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ ഒരു ജോഡി നീ അങ്ങോട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കൃഷ്ണമോൾ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി.
എന്നാലും കൃഷ്ണമോൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അലീന ചേച്ചിക്ക് ഡ്രസ്സ് കിട്ടിയില്ലോ എന്നൊരു സന്തോഷം. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന്റെ ചായയൊക്കെ ആയിട്ട് അലീന വന്നു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, നിനക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു. അച്ഛനാണോ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു. ഞാനത് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അല്ല, ബബിതയല്ലേ കൊണ്ടു തന്നേന്ന് ചോദിച്ചു. എനിക്ക് കൃഷ്ണമോളെ കൊണ്ടു തന്നേന്ന് പറഞ്ഞു. കൃഷ്ണമോളോ? ഞാൻ ബബിതയോടാണല്ലോ കൊണ്ടു തരാൻ പറഞ്ഞേ, എന്നിട്ട് അവളത് കൊണ്ടു തന്നില്ലേ? അത് സാരമില്ല അച്ഛാ, ആരാണെങ്കിലും കൊണ്ടു തന്നാൽ മതിയല്ലോ. ഇനി ഇപ്പൊ ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ അവളോട് ഈ കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞു. വേണ്ടച്ചാ, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അത് അവളെ കൂടുതൽ ചൊടിപ്പിക്കത്തല്ലേ ഉള്ളൂ. അവൾക്ക് ദേഷ്യം വരും, പിന്നെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. അതെ, അവൾക്ക് അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ? അവൾ അവളുടെ അമ്മയുടെ സ്വഭാവം എടുക്കുക. ഇതങ്ങനെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും അലീന പറഞ്ഞു, അച്ഛാ, എപ്പോഴും അവളെ ഇങ്ങനെ ചീത്ത പറയേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ അവളെ ഒന്ന് ഉപദേശിച്ച് നോക്കണം. അവളുടെ സ്നേഹത്തോടെ അവളുടെ അടുത്ത് പെരുമാറാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പ്രശ്നം വഷളാവും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എത്രയെന്ന് വെച്ചാൽ മോളെ, സഹിക്കാവുന്നതിനും ക്ഷമിക്കാവുന്നതിനും മാക്സിമം ആയില്ലെന്ന് പറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു, പിന്നൊരു കാര്യം ഉണ്ടച്ചാന്ന് പറഞ്ഞു. എന്താ? അവളുടെ പോക്കുവരവൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പോക്കുവരവോ? അതെന്താ? അല്ല, അത് പിന്നെ അവൾ കോളേജിൽ പോകുന്നുണ്ടോ, കൃത്യമായിട്ട് പോകുന്നുണ്ടോ വരുന്നുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കണം. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഒരു ദിവസം അവൾ അങ്ങോട്ട് ഒരു പോക്കങ്ങോട്ട് പോകും, പിന്നെ വരത്തില്ല എന്ന് പറഞ്ഞു. പറയാതെ അലീന ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം അങ്ങനെ അങ്ങ് തുറന്നടിച്ച് പറയാനായിട്ട് അലീനയ്ക്കൊരു ബുദ്ധിമുട്ട് ബാലേന്ദ്രനോട്. പക്ഷെ ബാലേന്ദ്രൻ ഏകദേശം കാര്യങ്ങളും മനസ്സിലായി. അതും പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് പോവുകയും ചെയ്തു. ബാലേന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ബാലേന്ദ്രന്റെ മനസ്സിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം രോഹിത് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ഹരിശങ്കർ ബാൽക്കണിയിലുണ്ടായിരുന്നു. ഹരിശങ്കർ പറഞ്ഞു, കയറി വാടാന്നൊക്കെ പറയണം. അങ്ങനെ രോഹിത് എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ മുറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. എന്തിയെ ഇവിടെയുള്ളവരൊക്കെ എന്തെന്ന് ചോദിച്ചു. അമ്മ അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാം. എടാ, കള്ളന്മാർ കയറിയപ്പോലും അറിയത്തില്ലോ. പിന്നെ കള്ളന്മാരൊന്നും കയറത്തൊന്നുമില്ല, CCTV ഒക്കെ ഉണ്ടെന്ന് പറയാണ്. അല്ല, നീ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞില്ല. എടാ, നാളെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയണം. എടാ, പ്രശ്നമാകുമോ? എങ്ങനെ പ്രശ്നമാവാനായിട്ട്? അല്ല, അവള് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ലടാ, അതിനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അലീനയ്ക്ക് കൊടുത്തതിൻ്റെ പോലെ തന്നെ നമ്മൾ ഇച്ചിരി കൂടെ ഡോസ് കൂട്ടി വേറൊരു സംഭവം കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു. അല്ല, അതും കൊണ്ട് ശരിയാവോ? പിന്നല്ലാതെ. അതാ ജ്യൂസ് കുടിച്ച് കഴിയുമ്പത്തിന് അവളങ്ങോട്ട് ചിരിക്കാനായിട്ട് അങ്ങ് തുടങ്ങും. ചിരിയൊന്നും നിർത്തത്തില്ല. എടാ, അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവില്ലേ ചീറ്റ് ചെയ്യുന്ന. അപ്പൊ പിന്നെ അവള് പ്രശ്നമാക്കില്ലേ? എടാ, അങ്ങനെ പ്രശ്നമാക്കാതിരിക്കാൻ നമ്മൾ നോക്കണം. അതിന് ഞാൻ അവളെ കൈയൊഴിയുമല്ല ചെയ്യുന്നേ, ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിടുവല്ല ചെയ്യുന്നേ. പിന്നെ അവളെ ഞാൻ ചേർത്ത് പിടിക്കും. അവള് പറയുന്ന പോലെ പൈസ കൊടുക്കും. 500 നോട്ട് കെട്ടുകൾ അവളുടെ പേഴ്സിനകത്ത് അടങ്ങിയിരിക്കും. പിന്നെ ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ പറയുന്നതൊക്കെ അവൾ അനുസരിക്കും. അവൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. അതൊക്കെ വെച്ച് ഞാൻ അവൾക്കൊട്ടൊരു പണി കൊടുക്കും, ഭീഷണിപ്പെടുത്തി വെക്കും. എടാ, ഈ കാര്യങ്ങളൊക്കെ ചീറ്റിപ്പോയാലോ? ഇതൊന്നും നടന്നില്ലേ എന്ത് ചെയ്യും? എടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിട്ടേരെ, നമുക്കത് വേണ്ടാന്ന് പറഞ്ഞു. എടാ, അങ്ങനെയൊന്നും അല്ല എൻ്റെ പ്ലാന്. ഞാൻ വേറെ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്ലാനോ? എടാ, സംഭവ സ്ഥലത്ത് ഞാൻ അവളെയും കൂട്ടി പോകുന്നു. അവിടെ പോയി നിന്ന് സംസാരിക്കണ സമയത്ത് ആ പ്രദേശത്തെ കുറച്ച് ചെക്കന്മാർ അങ്ങോട്ടേക്ക് വരുന്നു. ചെക്കന്മാരോ? ഈ സദാചാര പോലീസ് എല്ലാത്തടത്തും ഉണ്ടല്ലോ, അവന്മാരങ്ങോട്ടേക്ക് വരുന്നു. എടാ, അവന്മാരൊക്കെ ഇത് എവിടെ നിന്ന് വരും? എടാ, അത് നമ്മുടെ കൂട്ടുകാരന്മാർ തന്നെയാ. പക്ഷേ അവൾ അറിയുന്നേ അത് സദാചാര പോലീസ് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ചെക്കന്മാരായിരിക്കുന്ന. ആ കൂട്ടത്തിൽ നീയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എടാ, അവന്മാരെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഇല്ലടാ, അവന്മാരെയൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അവിടെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഒടുവിൽ അവർ പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് അറിയിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാനും അവളും കൂടെ കയ്യെ കാലം വീണ് അപേക്ഷിക്കും. അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ അവരൊരു ഡിമാൻഡ് വെക്കും. അവരാലോചിച്ചിട്ട്, അപ്പം അത് അംഗീകരിക്കും ഞങ്ങൾ. എങ്ങനെയുണ്ട്? ബുദ്ധിയൊക്കെ ഉള്ള, പക്ഷെ പണി പാളിപ്പോയേക്കില്ല. ഇല്ലടാ, പണിയൊന്നും പാളത്തില്ല. പിന്നെ അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. അതുപോലെ ചില പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എടാ, നാളെ എപ്പോഴത്തേനാ? ഒരു 9-9:30 ആകുമ്പോഴത്തേന് നീ വന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന പോലെ തന്നെ. നിനക്ക് നാളെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നാളെ കോളേജിൽ പോകണമായിരുന്നു. സാരമില്ല, ഞാൻ ക്ലാസ് കട്ട് ചെയ്തോളാം എന്നൊക്കെ രോഹിത് പറഞ്ഞു. ഒരു കാരണവശാലും പ്രശ്നം ഉണ്ടാവരുത്. ഇല്ലടാ, അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഈ കാര്യം എനിക്ക് വിട്ടേരെ. പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞില്ലേ അഹങ്കാരത്തോടു കൂടിയിട്ട് ഹരിശങ്കർ പറയുകയാണ്. ഇതെല്ലാം രോഹിത് വിശ്വസിച്ചു. എന്ത് പ്രശ്നം വന്നാലും അവൻ ഡീൽ ചെയ്തോളും. പിന്നെ തനിക്ക് എന്താ പ്രശ്നം എന്നൊരു ചിന്തയായിരുന്നു രോഹിത്തിന്റെ മനസ്സിൽ. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പം ബാലേന്ദ്രനും അലീനയും എല്ലാവരും കൂടി ആഹാരം കഴിക്കുകയാണ്. ആ സമയത്ത്
കൃഷ്ണമോൾ എന്തോ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പിന്നെ പറഞ്ഞു, അച്ഛാ രോഹിയേട്ടൻ്റെ ഇപ്പം പോക്ക് ശരിയല്ല, രോഹിയേട്ടൻ എന്നും താമസിച്ചാ വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടത് ബാലേന്ദ്രൻ പറഞ്ഞു, അവൻ ടർഫിൽ പോകുന്നതല്ലേ ഫുട്ബോൾ കളിക്കാനായിട്ട്. അതെ അച്ഛാ, ഫുട്ബോൾ കളിക്കാൻ തന്നെയാണ് പോകുന്നതെന്ന് ഇടയ്ക്ക് പോയി നോക്കിയാൽ നല്ലതാ. അത് കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കിങ്ങനെ എല്ലാവരുടെയും പിന്നാലെ പോകാൻ പറ്റുന്ന കാര്യമാണോ? CBI കളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പോകാനാണെങ്കിൽ അതിന് മാത്രം സമയം കാണത്തുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബബിത പറഞ്ഞു, ദേ കൃഷ്ണ, നീ വെറുതെ ഇല്ലാത്തൊന്നും പറയണ്ട. രോഹിയായിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന തന്നെയാ. അല്ലെന്നാ എന്താ നീ പോയി നോക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു, ദേ ചേച്ചി, വെറുതെ രോഹിയാണ്ണനെ ന്യായീകരിക്കണ്ട. രോഹിയാണ്ണൻ ഒരു ദിവസം കുടിച്ചിട്ട് വന്നില്ലേന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രനും അലീനയൊക്കെ പരസ്പരം നോക്കുക. അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അലീന എറണാകുളത്ത് പോയ സമയത്തായിരുന്നു, അന്നത്തെ ദിവസമായിരുന്നു മദ്യപിച്ച് ലക്ക് കേട്ട് വന്ന രോഹിത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ പറഞ്ഞേ? അല്ല, ഒരു ദിവസം രോഹിയേട്ടൻ കുടിച്ചിട്ട് വന്നായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബബിത പറഞ്ഞു, അത് ഒരു ദിവസമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രോഹിയേട്ടൻ എന്താ കുടിയനാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല ബബിതെ, നീ എന്താ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല, കുടിയനല്ലാന്ന്. അല്ല, നീ കുടിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നാ വിചാരിച്ചിരിക്കുന്നേ? കുടിയൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആള്. അപ്പം അത് നിനക്കറിയാം, സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആള്. അപ്പം രോഹിത് സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളല്ല, വല്ലപ്പോഴും ഒക്കെ. ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള ചെക്കന് സ്ഥിരമായിട്ട് മദ്യപിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ. ഈ മിലിറ്ററി കോട്ട പോലെ. അതാണോ നീ ഉദ്ദേശിച്ചോന്ന് ചോദിച്ചോ. അല്ല അച്ഛാ, അത് പിന്നെ ഞാൻ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല എന്നിട്ട് എന്താ ഇതെന്നോട് പറയാതിരുന്നേന്ന് ചോദിച്ചു. നിനക്കും അറിയാമായിരുന്നു ആ കാര്യമല്ലേ? അപ്പോഴേക്കും കവിത പറഞ്ഞു, അത് പിന്നെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയുമെന്ന് ഓർത്തു. ഓ, ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വമില്ലേ? ഒന്നുമല്ലെങ്കിൽ സഹോദരന്മാരല്ലേ? ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നിങ്ങൾക്ക് കഴിയണ്ടേ? എന്നോട് പറയണ്ട, നിങ്ങൾക്ക് തന്നെ ഉപദേശിച്ചുകൂടെ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ ബബിത ദേഷ്യത്തോടെ കൃഷ്ണയെ നോക്കണം. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, എന്താണല്ലോ സൂപ്പർ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം മൂടി വെച്ച് ഇത്ര ദിവസം ഇരിക്കുക, നല്ല മക്കള് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രന് ദേഷ്യപ്പെടുവാണ്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.